ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 39 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാൻ ബോയ്സിൽ ഓ എന്ന അക്ഷരം ഓറാണ്. ഓറ് സാധാരണയായിട്ട് ഒന്നിൽ കൂടുതൽ വസ്തുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഓർ. അതല്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നാണ് എക്സാക്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. അമ്മു അല്ലെങ്കിൽ ചിന്നു വരുന്നു. ഏതെങ്കിലും ഒരാളാണ് വരുന്നത്. അമ്മു ഓർ ചിന്നു ഈസ് കമ്മിങ്. നമ്മൾ രണ്ട് സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നത്. ഡു യു വാണ്ട് ടീ ഓർ കോഫി? നിനക്ക് ചായ വേണം കാപ്പി വേണം? ഡു യു വാണ്ട് ടീ ഓർ കോഫി? ഷുഡ് ഐ വെയർ ബ്ലാക്ക് ഓർ വൈറ്റ്? ഷുഡ് ഐ വെയർ ബ്ലാക്ക് ഓർ വൈറ്റ്? ഞാൻ വെളുപ്പ് ധരിക്കണോ അതോ കറുപ്പ് ധരിക്കണോ? കറുത്ത ഷർട്ട് വേണോ വെളുത്ത ഷർട്ട് വേണോ എന്നൊക്കെ ചോദിക്കില്ല. അതന്നെ. Should I wear black or white? Are you coming by bus or by train? Are you coming by bus or by train? നീ ബസ്സിലാണോ അതോ ട്രെയിനിലാണോ വരുന്നത്? Is he യുവർ ബ്രദർ ഓർ ഫ്രണ്ട്? അവൻ നിന്റെ കൂട്ടുകാരനാണോ സഹോദരനാണോ? അവൻ നിന്റെ സഹോദരനാണോ കൂട്ടുകാരനാണോ? വിൽ യു സ്റ്റേ ഓർ ലീവ്? വിൽ യു സ്റ്റേ ഓർ ലീവ്? നീ താമസിക്കുന്നുണ്ടോ അതോ പോകുന്നോ? പിന്നെ ചില സമയങ്ങളിലെ വാണിംഗ് അല്ലെങ്കിൽ ഭീഷണിയൊക്കെ ആയിട്ട് ഓവർ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. സ്റ്റഡി ഹാർഡ് ഓർ യു വിൽ ഫെയിൽ. സ്റ്റഡി ഹാർഡ് ഓർ യു വിൽ ഫെയിൽ. നീ പഠിച്ചില്ലെങ്കിൽ തോൽക്കും. ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു വാണിംഗ് ആണ്. ഹറി അപ്പ്. ഹറി അപ്പ് ഓർ we will miss the bus. Hurry up or we will miss the bus. വേഗം അല്ലെങ്കിൽ നമ്മൾ ബസ് നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ബസ് വേഗം നഷ്ടമാകും. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ സ്റ്റഡി ഹാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ ഇടണം. എന്നിട്ടാണ് ഓർ വയ്ക്കുക. അതിനുശേഷമാണ് സെൻറ്റൻസ് വയ്ക്കുക. Pay the fees or your name will be removed. Pay the fees and comma or your name will removed. നിൻ പൈസ അടച്ചില്ലെങ്കിൽ നിന്റെ പേര് എടുത്ത് കളയും, ലിസ്റ്റിൽ നിന്ന് പോകുന്ന പോലെ. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഓർ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ നീ അത് ചെയ്താൽ അല്ലെങ്കിൽ ഇത്. നോക്കാം. ഒന്നുകിൽ ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ ഐദർ ഓർ. യു ക്യാൻ ഐദർ കം വിത്ത് മീ ഓർ സ്റ്റേ ഹിയർ. ഒന്നുകിൽ നിനക്ക് എൻ്റെ കൂടെ വരാം അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. യു ക്യാൻ ഐദർ കം വിത്ത് മീ ഓർ സ്റ്റേ ഹിയർ. ഐദർ വിഷ്ണു ഓർ ജിഷ്ണു ബ്രോക്ക് ദ ഗ്ലാസ്. ഐദർ വിഷ്ണു ഓർ ജിഷ്ണു ബ്രോക്ക് ദ ഗ്ലാസ്. ഒന്നുകിൽ വിഷ്ണു ആവാം അല്ലെങ്കിൽ ജിഷ്ണു ആവാം ഗ്ലാസ് പൊട്ടിച്ചത്. ഒന്നുകിൽ വിഷ്ണു ആവാം അല്ലെങ്കിൽ ജിഷ്ണു ആവാം ഗ്ലാസ് പൊട്ടിച്ചത്. ഐ വിൽ ഐദർ കോൾ യു ഓർ ടെക്സ്റ്റ് യു. ഐ വിൽ ഐദർ കോൾ യു ഓർ ടെക്സ്റ്റ് യു. ഒന്നുകിൽ ഞാൻ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. I will either call you or text you. You must either apologize or leave. You must either apologize or leave. ഒന്നുകിൽ നീ ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. You must either apologize or leave. നീ നിർബന്ധമായും ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. ഒന്നുകിൽ നീ നിർബന്ധമായും ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക.
Either you are lying or she is lying. Either you are lying or she is lying. ഒന്നുകിൽ നീ നുണ പറയുക അല്ലെങ്കിൽ അവൾ നുണ പറയുകയായിരിക്കും. ഒന്നുകിൽ നീ നുണ പറയുന്നു അല്ലെങ്കിൽ അവൾ നുണ പറയുകയായിരിക്കും. I don't know whether he will come or not. I don't know whether he will come or not. എനിക്കറിയില്ല അവൻ വരുമോ ഇല്ലയോ എന്ന്. Whether you like it or not, you must do it. നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ അത് ചെയ്യണം. Whether you like it or not, you must do it. Approximate, it will take 2 or 3 days. ഏകദേശം 2 അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. He is an orphan or a child with no parents. He is an orphan or a child with no parents. He is an orphan or a child no parents. I will meet you on Sunday or exact on 20th. നമ്മൾ ഞായറാഴ്ച കണ്ടുമുട്ടും, അതായത് 20-ാം തീയതി. നമ്മൾ ഞായറാഴ്ച കണ്ടുമുട്ടും, അതായത് കൃത്യം 20-ാം തീയതി. അങ്ങനെയാണ് ഓർ വരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഓർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഓറിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പഠിച്ചു. ഐദർ വെച്ചിട്ട് പഠിച്ചു, വെദർ വെച്ചിട്ട് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.